നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊന്മുടി ഡാമിലാണ് കേട്ടോ. പൊന്മുടി ഡാമിൻ്റെ അടിപൊളി കാഴ്ചകളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ചുമ്മാ നടന്നു നോക്കാം ഡാമിൻ്റെ മുകളിലൂടെ. ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. കുറേ നേരമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ജീപ്പ് വരുന്നുണ്ടോ. ജീപ്പ് ഇവിടെ ഡാമിലുള്ള ആളുകളെ കൊണ്ടുപോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രിപ്പിന് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് പോകാനും സെറ്റപ്പൊക്കെ ഉള്ള കണ്ടോ. അപ്പം ഇതുണ്ടോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ജീപ്പ് സഫാരി ഉണ്ട്. ജീപ്പിന് കയറി മുകളിൽ അങ്ങ് പോയിട്ട് താഴെ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പറ്റുന്ന അടിപൊളി സെറ്റപ്പാണ് കണ്ടോ. അവിടെ ദൂരെ നോക്കി ആളുകൾ ടൂറിസ്റ്റുകൾ പോയി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ടൂറിസ്റ്റുകളെല്ലാം വണ്ടി ഒക്കെ സൈഡാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഡാമിൽ ഉണ്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കാം. ഇപ്പോൾ വെള്ളമില്ല. അപ്പോൾ നമ്മുടെ വേനൽക്കാലം കഴിഞ്ഞ് മൺസൂൺ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടോ, ഇത്രയും വെള്ളം കുറവാണ്. പിന്നെ ഡാമിൻ്റെ ഇതുണ്ടോ, ഇവിടെയാണ് അതിൻ്റെ ഒരു സംഭവമൊക്കെ. അവിടെ വീഡിയോ എടുക്കാൻ തോന്നണം കേട്ടോ. നമ്മളിതുവരെ ആരും ഓടിച്ചില്ല. ഇവിടെയാണ് തുറന്നു വിടുന്ന സ്ഥലം. ഇതുണ്ടോ അതിൻ്റെ ആ റോപ്പും ഇരുമ്പ് റോപ്പൊക്കെ നോക്കി കണ്ടോ. ഇരുമ്പ് റോപ്പായിട്ട് തോന്നിയേ പോലും ഇല്ല കേട്ടോ, കയറായിട്ട് തോന്നുന്നു. അതിൻ്റെ ഗ്രീസാണ് കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തുറന്നു വിടുമ്പോഴത്തേക്കും കണ്ടോ ദേ വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങ് പോകും. നല്ല രസമുള്ള അടിപൊളി ഒരു കാഴ്ചയാണ്. മുകളിലാണ് ഇതിൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്നു വിടും കണ്ടോ. വെള്ളം ഒഴുകി പോകുന്ന ആ ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാക്കും വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ്. പാറയാണ് ഇളകി 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 ഇങ്ങനെ കുഴി കുഴിയായിട്ട് കിടക്കുന്നത് കേട്ടോ. അതിങ്ങനെ ഇളകി ഇളകി കുഴി കുഴിയായിട്ട് കിടക്കുകയാണ്. അപ്പം അത്രയും ഫോഴ്സ് വന്നു. ഇവിടെ താഴെ ഒരു തൂക്കുപാലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈ ജീപ്പിൽ കൊണ്ടുപോകുന്ന ആളുകളെ മുഴുവനും നമ്മുടെ ഇതിലോട്ടാണ് കൊണ്ടുപോകുന്നത്, വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എത്ര രൂപയാണെന്ന് അറിയില്ല. ഒരുപാട് സഞ്ചാരികളുണ്ട് കേട്ടോ. ഇവിടെ വെള്ളം തുറന്നു വിടുന്ന വഴിയാണ്. നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നോക്കി അങ്ങ് നോക്കി കണ്ടോ, സ്പീഡ് ബോട്ടുണ്ട്. സ്പീഡ് ബോട്ടിന് എത്രയാണോ ചാർജ്? 500 രൂപയായിരിക്കും. നമ്മുടെ അവിടെയൊക്കെ 500 രൂപയാണ്. 10 മിനിറ്റ് 15 മിനിറ്റ് അടുത്തേക്ക് ഇതിനകത്തിട്ട് മൊത്തം കറക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, വാട്ടർ സ്പോർട്സ് അഡ്വഞ്ചറൊക്കെ ഉണ്ട്. അതൊക്കെ കാണാം. അങ്ങനെ പൊന്മുടി ഡാമിൻ്റെ അടിപൊളി കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാമിന് മുകളിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ യാദൃശ്ചികമായിട്ട് വന്നതാണ്. സ്പീഡ് ബോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ മഴക്കാലം തുടങ്ങി മൺസൂൺ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ്, നല്ല മൂടിയായിട്ട് നിൽക്കുന്നു. നല്ല മഴ പെയ്യും എന്നുള്ളൊരു സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നോക്കി അങ്ങ് ദൂരെ കാണുന്ന മലനിരകൾ ഫുള്ള് എല്ലാ സഞ്ചാരികളായിട്ട് പോയിട്ട് വരുന്ന ജീപ്പിലുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന മലനിരകൾ ഫുള്ള് ക്ലൗഡ് കയറി മൊത്തം മൂടും. അത് ഇങ്ങനെ 5 മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ ക്ലൗഡ് കയറി മൂടിപ്പോവും. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഓപ്പൺ ആവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു അത്രയും നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നമ്മുടെ വേനൽക്കാലമൊക്കെ കഴിഞ്ഞിട്ട് നല്ല മൺസൂൺ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പ് ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ലൊരു തണുപ്പും മഞ്ഞും കോടയും ഒക്കെ വീശി അടിക്കുന്നുണ്ട്. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ താഴെ നോക്കി നമ്മൾ കുറച്ച് മുമ്പ് ആ സ്റ്റെപ്പിൽ പോയിരുന്നു. ആ സ്റ്റെപ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഒരുപാട് സ്റ്റെപ്പുണ്ട് അടിയിലോട്ട്. അപ്പോൾ അത്രയും നല്ല ഇറക്കത്തിലാണ് ഡാമിൻ്റെ ആ ഒരു ഇതുള്ളത് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകളാണ്. പിന്നെ ഇപ്പുറ സൈഡ് നോക്കിക്കേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ചൂണ്ടയിടുന്നുണ്ട്. നമ്മൾ ചൂണ്ടയുടെ കാണാൻ വേണ്ടി പോയതാണ്, പക്ഷേ നടന്നില്ല. അവിടെ നിന്ന് ചുറ്റി കറങ്ങിപ്പോണം, അത് കാരണം ഞാൻ പോയില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു സഞ്ചാരികളായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ തമിഴ്നാട്ടുകാരാണ് കേട്ടോ. നമ്മുടെ അണ്ണന്മാരാണ് കൂടുതലായിട്ടും. കാരണം ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുമെന്നൊക്കെ ചോദിച്ചിപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം തമിഴന്മാരാണ്. നോർത്ത് ഇന്ത്യൻസ് ഒന്നും ഇങ്ങോട്ട് അധികം അങ്ങനെ കയറുന്നില്ല. പിന്നെ മൂന്നാർ വരുന്ന നോർത്ത് ഇന്ത്യൻസ് മാത്രമാണ് പിന്നെ നമ്മളിതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ പൊന്മുടി ഡാം വിസിറ്റ് ചെയ്യാനായിട്ട് കയറുന്നത്. ശരിക്കും പൊന്മുടി ഡാം നല്ലൊരു അട്രാക്റ്റീവ് പ്ലേസ് തന്നെയാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അങ്ങോട്ട് വരുന്നത് കുറച്ച് നല്ല ദൂരമുണ്ട്. എന്നാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് കടന്നു വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പിന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ജീപ്പ് സഫാരി ഉണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. കണ്ടോ, എനിക്ക് ഈ സൈഡാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. വെള്ളത്തിനേക്കാൾ നല്ല ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലം. നല്ല രസമാണ് ഇവിടെ ഇരിപ്പ്. ഞാൻ ആ സ്റ്റെപ്പിൽ പോയി കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഇവിടുത്തെ ഒരു ഇരിപ്പ്. കാര്യം ആ ഒരു വിഷ്വൽ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ആ ഡാമിൻ്റെ വെള്ളം കിടക്കുന്നതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇതായിട്ട് എനിക്ക് തോന്നിയത്.
അത്യാവശ്യം നോർത്ത് ഇന്ത്യൻസ് 1-2 പേരൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ നമ്മുടെ ഭാഗത്തൊക്കെ, നമ്മുടെ ആലപ്പുഴ കൊച്ചി ഭാഗത്തേക്കൊക്കെ, അതുപോലെ തന്നെ വർക്കല ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട്ടുകാരാണ്. കാര്യം അവരുടെ അത്രയും ചൂടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ ഇടുക്കിയുടെ തണുപ്പായിട്ടുള്ള ചില്ല് പ്ലേസുകളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ എടുക്കുന്നതിന് മൂന്നാർ തമിഴന്മാരാണ് കേട്ടോ. തമിഴ് അണ്ണന്മാരാണ്. ഇത് അങ്ങ് ദൂരം നോക്കി ഒരു തൂക്കുവാലം കണ്ടോ? ആ തൂക്കുവാലത്തെ കൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടക്കുന്നുണ്ട് കേട്ടോ. ഇതിനപ്പുറമുള്ള ആളുകൾക്ക് ഇപ്പുറത്തേക്ക് വരാനുള്ള മാർഗ്ഗമാണ്. നമ്മുടെ ജീപ്പ് സഫാരിക്കാരൊക്കെ പോകുന്ന വഴി ആ കാണുന്ന ആ വഴിയാണ്. കണ്ടോ വണ്ടി പോകുന്നതുണ്ടോ? ഈ ഒരു ഡാമിൻ്റെ ടോപ്പിൽ ഇത്രയും വീതിയുള്ളൂ കേട്ടോ. ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ഒരു ജീപ്പ് കവർ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കട്ടിച്ചാണ് പോകുന്നത്. ഇവിടെ ഇതിൻ്റെ ഇലക്ട്രിക് സെറ്റപ്പ് ചെയ്യുന്ന ആ ഒരു സാധനം മെഷീനാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഷട്ടർ ഉയർത്താനും പൊക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പ് ആയിരിക്കും. എനിവേ ഇവിടെ കണ്ടോ, താഴെ നോക്കി നമുക്ക് ഈ ഡാമിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു അടിക്കണക്കാണെന്ന് തോന്നുന്നു. MW എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 707, 708 വരെ ടോപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആയിരിക്കണം ഒരു പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി. ഈ ഡാമിന് നല്ല ആഴമുണ്ട്. കാര്യം ഇതിൻ്റെ അപ്പുറ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഡാമിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം 708 വരെ കൊടുത്തിട്ടുണ്ട്. 708 അടിയാണോ എന്താണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിലൊക്കെ പോകുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട്. പക്ഷേ ആ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം എല്ലാവർക്കും അറിയാമല്ലോ. അത് അത്രയധികം പഴക്കമുള്ള ഡാമാണ്. ഇതിൻ്റെ ഒരു കെട്ടൊക്കെ കാണണം, ഭയങ്കര രസമാണ്. ഞാൻ അപ്പുറം ചെല്ലുമ്പോൾ കാണിച്ചു തരാം. കല്ല് കറക്റ്റ് സ്ക്വയറിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചിട്ട് പഴയ വർക്ക് ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ വർക്ക് ആയതുകൊണ്ടായിരിക്കാം ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഏതായാലും പതുക്കെ ഇറങ്ങണം. കാര്യം ഓൾറെഡി ഇപ്പോൾ മഴ നന്നായിട്ട് പെയ്യാനായിട്ടുള്ള പരിപാടി നോക്കുന്നുണ്ട്. പിന്നെ ഇത് ചെറുതായിട്ട് ചാറ്റമഴയുണ്ട്. പിന്നെ കണ്ടോ, ഇത് അങ്ങ് നോക്കി മല ഫുള്ള് കോട വന്ന് ക്ലൗഡ്സ് വന്ന് മൂടുന്നുണ്ട്. അപ്പോൾ അതൊരു അടിപൊളി കാഴ്ചയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഇതാണ്. പക്ഷേ ഞാൻ ആ സ്റ്റെപ്പിലിരുന്നപ്പോൾ ഉണ്ടല്ലോ കംപ്ലീറ്റ് മൂടി കിടക്കുമായിരുന്നു. അപ്പോൾ നല്ല പഞ്ഞിക്കെട്ട് പോലെ കിടക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. ഇപ്പം അത് മാറിയിട്ടുണ്ട്. കാറ്റ് വീശുന്നതനുസരിച്ചായിരിക്കാം അത് വീണ്ടും വന്ന് കവർ ചെയ്യും. സ്പീഡ് ബോട്ടിൽ ആളുകൾ നല്ല എൻജോയ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. നല്ല രസമായിരിക്കും ആ ഒരു സ്പീഡ് ബോട്ടിൽ. കാര്യം എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മുങ്ങിപ്പോയാലും പൊങ്ങി കിടന്നോളും, മറിഞ്ഞു പോയാലും. അപ്പോൾ ആർക്കും പേടിക്കേണ്ട. കുട്ടികളൊക്കെ ആയിട്ട് ധൈര്യമായിട്ട് കയറും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവർക്കൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അടിപൊളി ഇട്ട് കറക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. നമ്മുടെ വണ്ടിൻ്റെ തണ്ണീർമുക്കത്തും ഇതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ചുറ്റും മലനിരകളായതുകൊണ്ട് ഈ ഒരു വൈബിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു രസമുള്ള കാഴ്ചയാണ്. ഇവിടെ കണ്ടോ, ഈ ഡാമിൽ വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഒരു കുഞ്ഞു കൊച്ചിൻ്റെ ചെരുപ്പ് കൊണ്ട് വെച്ചേക്കണുണ്ടോ. ആരോ വെച്ച് മറന്നു പോയതായിരിക്കണം. അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. കുറേ നേരമായിട്ട് അവിടെ തന്നെ ഉണ്ടത്. ഇതൊരു പബ്ലിക് റോഡ് പോലെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കിടക്കാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പം വഴി പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വലിയ ഭാരവണ്ടികളൊന്നും കയറ്റിയല്ല, എന്നാലും ചെറിയ വണ്ടികളെല്ലാം കയറി പോകുന്നുണ്ട്. ഡാമിൻ്റെ ഒരു പണി കണ്ടോ. ഇതാണ് ഞാൻ ആദ്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇത് ലീക്കല്ല കേട്ടോ. ഇത് നമ്മുടെ ഡാമിൻ്റെ ടോപ്പിൽ വീഴുന്ന വെള്ളം ഒഴുകി പോകുന്ന അതിന് വേണ്ടി ഇട്ടേക്കുന്ന ഗ്യാപ്പാണ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ പണി നമുക്ക് കാണാൻ പറ്റും. എത്ര കറക്റ്റിനാണത് ഓരോ കരിങ്കല്ലും കട്ട് ചെയ്തേക്കുന്ന നോക്കി കണ്ടോ. പരിക്കനല്ല, അത് വേറെ ഏതൊരു സാധനമാണ് കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് നല്ല ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ട്രോങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഡാമിൻ്റെ മറ്റൊരു സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്ന ജീപ്പെല്ലാം കൂടെ കയറി പോകുന്നത് നാടുകാണി എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് നമ്മുടെ ഈ ഡാമിൻ്റെ തന്നെ
ഒരു മുകളിലായിട്ടാണ് ആ വ്യൂ പോയിൻ്റ്. നല്ല രസമാണെന്നാണ് പറഞ്ഞത്. അവിടെ വണ്ടി കയറി പോകാൻ കുഴപ്പമൊന്നുമില്ല. നല്ല ആളുകളെ ജീപ്പിലാണ് കൊണ്ടുവന്നത്. ഇവിടെ നമുക്ക് വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റുമെങ്കിൽ കയറി പോകാമെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഏറെക്കുറെ എല്ലാ ഭാഗവും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഇവിടെ ഒന്നാണ് ഇരുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ ഒന്ന് കുറേ നേരം ഇരുന്നു. അപ്പോൾ ചെറിയൊരു ചാറ്റമഴ ചെയ്തപ്പോഴത്തേക്ക് നമ്മളങ്ങ് പോയി കേട്ടോ. ഇത് പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഈ ഒരു ഡാമിൻ്റെ കാര്യങ്ങളും. ഇവിടെ നിരോധിത മേഖല എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും കയറുന്നുണ്ട്, വേറെ പോലീസുകാർ അങ്ങനെയൊന്നും കണ്ടില്ല. ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും 34.4 മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ ഒരു ഡാമിൻ്റെ ടർബൈനൊക്കെ വഴി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡാമിൻ്റെ ഒരു ആഴവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇവിടെ ഉണ്ട് ഈ ഒരു ഹൈറ്റാണ്. ഈ ഒരു ഹൈറ്റിനൊപ്പം വെള്ളം അപ്പുറം കിടപ്പുണ്ട്. അതായത് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സൈഡിൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു കണ്ടോ ഈ ഒരു ലെവലിൽ ഈ ഒരു ലെവൽ വാട്ടർ കിടപ്പുണ്ട് അപ്പുറം. അപ്പം ഇത്രയും ഡെപ്തിൽ വെള്ളം അപ്പർ സൈഡിൽ ഉണ്ട്. പിന്നെ ഡാമിൻ്റേതായിട്ടുള്ള കുഴിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതാണ് അതിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ആൾ ഹൈറ്റ് ആയിരിക്കുന്നു എന്ന് വിചാരിച്ച് നോക്കും. നമ്മൾ താഴെ കാണുന്നൊരു കുഞ്ഞു ബിൽഡിംഗ് കണ്ടോ, അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഓഫീസിൻ്റെ ആളുകളുടെയൊക്കെയാണ്. KCBയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാണുന്ന KCBയുടെ ബോർഡ് ഉണ്ട്, ബ്ലൂ കളറിലെ ബോർഡ് ഉണ്ട്. ആ ഒരു ബോർഡ് എന്ന് പറയുന്നത് ഒരു ആളിനേക്കാൾ ഹൈറ്റ് ഉണ്ട്. കാര്യം ഒരാളോടെ പോയി കഴിഞ്ഞാൽ ആ KCBയുടെ ബോർഡ് ആളിനേക്കാൾ ഒരു 7 അടിയേക്കാൾ മുകളിൽ 7 അടി അടുത്ത് ആ ഒരു ഇതിന് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഡാമിൻ്റെ ഡെപ്ത്ത് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. മുങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുങ്ങിയാൽ നല്ല രീതിയിലുള്ള ആഴം അപ്പുറത്തേക്കും ഉണ്ടാവും വെള്ളം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നല്ല ഒരു ആഴം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഈ വേനൽക്കാലത്ത് ചിലപ്പോൾ ഈ ഒരു ഭംഗി കാണില്ല. കാര്യം ഇപ്പം നല്ല പച്ചപ്പിൽ ഇങ്ങനെ അടക്കണം. വേനൽക്കാലത്ത് എല്ലാം നല്ല ഉണങ്ങി ഒക്കെ നിൽക്കുമായിരിക്കും. ഇപ്പോൾ ഏതായാലും മഴ തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് നല്ല രീതിയിൽ നല്ല ഗ്രീനിഷ് ആയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങ് ദൂരെ കണ്ടോ ക്ലൗഡ്സൊക്കെ വീണ്ടും ഇങ്ങനെ കയറി മാറി പല ആംഗിളിലും പല സ്റ്റൈലിലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ ഇരിക്കാം, ബോറടിക്കുകയല്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ ഏതാണ്ട് നമ്മളിത് യാദൃശ്ചികമായിട്ട് ഇവിടെ വന്ന് പൊന്മുടി ഡാമിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പതുക്കെ പോകാൻ സമയമായി. നമ്മൾ യാദൃശ്ചികമായിട്ട് ഏതായാലും വന്ന പൊന്മുടിയുടെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ള അടിപൊളി ക്ലൈമറ്റിലാണ് ഇപ്പോൾ പൊന്മുടി ഡാമുള്ളത്. അപ്പോൾ മൂന്നാർ ഭാഗത്തേക്കൊക്കെ ടൂറിന് വരുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊന്മുടി ഡാം മ്യൂസിയം ഉണ്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഒന്ന് നല്ല ചില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇവിടെ വേറെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വന്ന് കണ്ടിട്ടൊക്കെ പോകാൻ, വേറെ കുഴപ്പമൊന്നും നമ്മളിതുവരെ വന്നിട്ട് ആരും പോലീസ് പിടിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മര്യാദയ്ക്ക് ഒന്ന് കണ്ടിട്ട് പോവാം. ഇതുപോലെ ബിയർ കുപ്പിയൊന്നും വലിച്ചെറിയരുതും. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ബിയർ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു മോശം പരിപാടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഡാമിലേക്ക് തന്നെ ഇഷ്ടം പോലെ കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിപാടികളൊന്നും കാണിക്കരുത്. നമ്മൾ പോകുന്ന പ്രകൃതിയിൽ നാളെ നമ്മുടെ തലമുറകൾ വീണ്ടും വന്ന് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പിന്നെ നമ്മുടെ തുടർന്നുള്ള യാത്രാ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ കൂടുതലായിട്ടും യാത്രാ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. പൊന്മുടി ഡാമിൽ നിന്നുകൊണ്ടും നമുക്ക് ഒരു ബൈ പറയാം. ബൈ. ബിയർ കുപ്പി പൊട്ടിച്ചിടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഇത്ര അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസല്ലേ, എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന പ്ലേസിലാണ്. പക്ഷേ ഇത് മുഴുവൻ ബിയർ കുപ്പിയാണ് കേട്ടോ. അതും പൊട്ടിച്ചിട്ടേക്കണം കേട്ടോ, അത് അടിച്ച് പൊട്ടിച്ചിട്ടേക്കും. അപ്പോൾ എന്തിനാ ഇങ്ങനത്തെ പരിപാടികളാണ് അടിക്കുന്നത്? നമ്മൾ ഇതേ കുപ്പി അവിടെ ഡസ്റ്റ്ബിൻ അപ്പുറത്തുണ്ട്, അപ്പോൾ അവിടെ ഇട്ടാൽ പോരെ. ഇതുകൊണ്ടോ ഇത് മുഴുവൻ കുപ്പികളാണ്. നോക്കിക്കേ, പറയുമ്പോൾ നമ്മൾ എല്ലാ വശം പറയണമല്ലോ. ഇതുകൊണ്ടോ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു അവരെങ്ങും പോയി കാണാതിരിക്കുന്നതാണ് നല്ലത്. ഇതുണ്ടോ ക്ലബ് ഹൗസ് മദ്യക്കുപ്പിയും ഇതങ്ങോട്ട് നോക്കി കാണാം. മുഴുവൻ ചപ്പ് ചവറ് വേസ്റ്റുകൾ കുപ്പി മുഴുവൻ ടൂറിസ്റ്റുകൾ നിക്ഷേപിച്ചിട്ട് പോകുന്ന സാധനങ്ങളാണ്. അപ്പം ഇവരൊക്കെ ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യുമ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റൊക്കെ തരുന്ന ചെറു നമ്മളിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിയുമ്പോൾ ഒന്നും കാണേണ്ട അവസ്ഥ വരികയില്ല. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും കാണിക്കരുത്. നോക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം മുഴുവൻ ബിയറുപ്പിയാണ് കേട്ടോ. അപ്പം ഇത്ര മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലങ്ങൾ ഇങ്ങനെ നശിപ്പിക്കരുതും. ബിയറൊക്കെ കുടിച്ചോ, എൻജോയ് ചെയ്തോളൂ.
അത് മറ്റുള്ളവന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇതൊക്കെ പൊട്ടിച്ചും കൂടെ ഇട്ടേക്കുന്നത് കേട്ടോ. ആ ഒരു സൈഡും ഉണ്ടോ, ആ ഒരു പാറയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ആ സൈഡിലെല്ലാം ബിയർ കുപ്പി പൊട്ടിച്ചിട്ടുണ്ട്. കൂടുതലും ബിയറടിക്കാരാണ് ഇവിടെ വരുന്നു, എൻജോയ് ചെയ്യുന്നു, ബിയറടിക്കുന്നു, കുപ്പി തല്ലി പൊട്ടിക്കുന്നു, ഇടുന്നു, പോകുന്നു. ഇതൊക്കെയാണ് പരിപാടികൾ കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ദയവ് ചെയ്ത് ആരും ചെയ്യരുത്. നമ്മൾ മലയാളികൾ ഒട്ടും ചെയ്യരുത് കേട്ടോ.